പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആവശ്യനേരത്തിൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ ആവശ്യനേരത്തിൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ഉള്ളു തകർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന് അറിഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് അനുഭവിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജീവനുള്ള ദൈവത്തോട് അഭയയാചന ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദ് ജീവിതത്തിൽ മനസ്സ് ഉലഞ്ഞും വലഞ്ഞും വിഷമിച്ചും ഭാരപ്പെട്ടും ക്ലേശിച്ചുമിരിക്കുകയാണ്. ഏറെ പരിഭ്രമം വന്ന് മൂടിയിരിക്കുകയാണ് ദാവീദിനെ. ഭയാക്രാന്തനായി, ഭയവിഹ്വലനായി, കരുണയും കനിവും തേടി ദൈവപാദത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ പാദം തേടുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദാവീദ് ഒരവസരത്തിൽ പറഞ്ഞു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. തീരെ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് ഞാൻ ആ വാക്യം കാണാതെ പഠിച്ചുപോയി. കോൾ അപ്പോൺ മീ ഇൻ ദ ഡേ ഓഫ് യുവർ ട്രബിൾ, ഐ വിൽ ഡെലിവർ ദീ ആൻഡ് ദൗ ഷാൽറ്റ് ഗ്ലോറിഫൈ മൈ നെയിം. നിൻ്റെ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് കഷ്ടതയുടെ നാളുകളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചവരാണ്. ദൈവം പ്രാർത്ഥന കേട്ടു എന്ന അനുഭവം ലഭിച്ചവരാണ്. ദൈവത്തിൻ്റെ കൃപയുടെ കരം നിങ്ങളെ തലോടിയെന്നും നിങ്ങളുടെ കണ്ണുനീര് തുടച്ചു തന്നു എന്നും അനുഭവിച്ചവരാണ്. നിങ്ങളുടെ ഏങ്ങലടികൾ ദൈവം കേട്ടു എന്ന്, നിങ്ങളുടെ നെടുവീർപ്പുകൾ ദൈവം ഏറ്റെടുത്തു എന്ന്, നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ആശ്വസിപ്പിച്ചു എന്ന് അനുഭവം പ്രാപിച്ചവർ അനേകർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും കരഞ്ഞിട്ടുണ്ട്, ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാനും കൃപ തേടി കുരിശിൻ ചുവട്ടിൽ ഓടിയെത്തിയിട്ടുണ്ട്. ഞാനും കരുണയുടെ ഉറവിടം തേടി കർത്താവായ യേശുവിൻ്റെ പാദത്തിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. ഞാനും വിതുമ്പിയിട്ടുണ്ട്, ഞാനും ഏങ്ങലടിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം സ്നേഹവാനായ യേശു എൻ്റെ കണ്ണുനീര് തുടച്ച് തന്നിട്ടുണ്ട്. അവനെനിക്ക് ആശ്വാസം തന്നിട്ടുണ്ട്. അവനെനിക്ക് സമാധാനം തന്നിട്ടുണ്ട്. അവൻ കരുണയുടെ ഉറവിടമാണ്. അവൻ സ്നേഹത്തിൻ്റെ നികേതനമാണ്. അവൻ കരയുന്നവരുടെ കരച്ചിൽ മാറ്റുവാൻ
ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. തിരുവചനം നാം വായിക്കുമ്പോൾ 3 വാക്കുകൾ ആവർത്തിച്ച് കേൾക്കാം. കരയണ്ട, ഭയപ്പെടണ്ട, നിങ്ങൾക്ക് സമാധാനം. ബൈബിളിൽ നമ്മുടെ കരുണയുള്ള കർത്താവ് ഈ 3 വാക്കുകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. കരയണ്ട. ഒരിക്കൽ നയീൻ പട്ടണത്തിൻ്റെ തെരുവിലൂടെ ഒരു പറ്റം ആളുകൾ മുന്നോട്ട് പോവുകയായിരുന്നു. നയീൻ പട്ടണത്തിൻ്റെ തെരുവിൽ കൂടി പോകുന്ന ആളുകൾ അവർ മിക്കവാറും നിശബ്ദരാണ്. അവർ മന്ദം മന്ദം നടന്നു പോകുന്നു. അവർ പലരും കണ്ണീരൊപ്പുന്നുണ്ട്. കാരണം കരഞ്ഞുകൊണ്ടാണ് അവർ നടക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ആ സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസ് 7-ാം അധ്യായത്തിൽ ഇതാ ഒരു പറ്റം ആളുകൾ ഒരു യുവാവിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് പോകുന്ന ആ വിലാപയാത്രയിൽ പങ്കുചേർന്ന് മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും മുഖം മ്ലാനമാണ്. ആ യുവാവ് അവൻ അപ്പൻ മരിച്ചതിന് ശേഷം വീട്ടിലാകെ ഉണ്ടായിരുന്ന ഒരു മോനാണ്. വിധവയായ അമ്മയെ പോറ്റാൻ, വിധവയായ അമ്മയ്ക്ക് താങ്ങും തണലുമായി നിൽക്കാൻ അവനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നിതാ ആ യൗവനക്കാരൻ മരിച്ചിരിക്കുന്നു. ആ യുവാവ് ശവമഞ്ചത്തിൽ കിടക്കുകയാണ്. ശവമഞ്ചം ചുമന്നുകൊണ്ട് ചിലർ പോകുന്നു. പിന്നാലെ വിതുമ്പിക്കൊണ്ട്, കരഞ്ഞുകൊണ്ട്, വിങ്ങിക്കൊണ്ട് കുറേയേറെ ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പോകുന്ന ജനസമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു കൂട്ടം എതിരെ വരുന്നു. ആ എതിരെ വരുന്നതിൽ ഒന്ന് കർത്താവായ യേശുക്രിസ്തുവാണ്. വേറെ ചിലർ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഇങ്ങോട്ട് വരുന്നു. കൂടെ ഒരുവറ്റ പുരുഷാരവും ഉണ്ട്. എല്ലാവരും കൂടെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇതാ ഈ ശവമഞ്ചം ചുമന്നുകൊണ്ട് പോകുന്ന വിലാപയാത്ര മുന്നോട്ട് നീങ്ങുന്നു. അപ്പോഴാണ് വിതുമ്പിക്കൊണ്ട്, ഏങ്ങലടിച്ചുകൊണ്ട് മന്ദം മന്ദം ഈ വിധവയായ സ്ത്രീ ശവമഞ്ചത്തോട് ഏതാണ്ട് ചേർന്ന് നടന്ന് നീങ്ങുന്നത് നമ്മുടെ കർത്താവ് കണ്ടത്. കർത്താവ് അവിടെ നിന്നു. ആ നടു റോഡിൽ നമ്മുടെ കർത്താവ് നിന്നു. കരയുന്നവരെ കണ്ടാൽ നിൽക്കുന്നൊരു ദൈവമുണ്ട്. സങ്കടപ്പെടുന്നവരെ കണ്ടാൽ മുന്നോട്ട് നടന്നു പോകാൻ കഴിയാത്തൊരു ദൈവമുണ്ട്. ലാസറിൻ്റെ കല്ലറയ്ക്കൽ ലാസറിൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ 2 പേരും കരഞ്ഞപ്പോൾ ഒപ്പം കണ്ണുനീർ വാർത്ത ഒരു നല്ല ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു അവിടെ നിന്നു. യേശു ഈ സ്ത്രീയുടെ നേരെ നിന്നു. അവൾ അപ്പോഴാണ് പെട്ടെന്ന് തല ഉയർത്തി നോക്കിയത്. സ്നേഹം വഴിഞ്ഞൊഴുകുന്ന മുഖത്തോടെ, സൗമ്യമായ വദനത്തോടെ, വാത്സല്യം അസുരണമായ പ്രകൃതത്തോടെ ഇതാ ഒരാൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അവൾ തല ഉയർത്തി യേശുവിനെ നോക്കി. അവൾ നോക്കിയപ്പോഴുണ്ട് യേശുവിൻ്റെ കണ്ണ് ആർദ്രമാണ്. അവൾ നോക്കിയപ്പോഴുണ്ട് യേശുവിൻ്റെ കണ്ണ് കരുണയാൽ അലിവുറ്റതാണ്. അവൾ നോക്കി, യേശു അവളെയും നോക്കി. അവൾ വിതുമ്പുകയാണെന്ന് യേശുവിനറിയാം. അവൾ കരയുകയാണെന്ന് യേശുവിനറിയാം. യേശു കൈ ഉയർത്തി. കരയണ്ട, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കരയണ്ട സഹോദരങ്ങളെ, കരയണ്ട എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർ പുറമേ കരയുന്നില്ലെങ്കിലും അകമേ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിൽ ചിലർ പുറമേ വിതുമ്പുന്നില്ലെങ്കിലും അകമേ വിങ്ങി വിതുമ്പി ഇരിക്കുന്നുണ്ട്. സ്നേഹിതരെ, ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അരികത്ത് വന്ന് യേശു പറയുന്നുണ്ട്, മകനെ കരയണ്ട, മകളെ കരയണ്ട, പ്രിയ പൈതലെ കരയണ്ട, കരയണ്ട എന്ന് പറയുന്ന ദൈവസ്നേഹം. ശവമഞ്ചം ചുമന്നുകൊണ്ട് പോകുന്നവരെ നിൽക്കുകയാണ്. ഈ സ്ത്രീയും എന്താണ് യേശു പറയുന്നതിൻ്റെ അർത്ഥമെന്ന് പൊരുളറിയാത്തതുപോലെ നോക്കി നിൽക്കുകയാണ്. കരഞ്ഞുകൊണ്ട് നീങ്ങുന്ന ജനസമൂഹവും നിൽക്കുകയാണ്. യേശു കൈ ഉയർത്തി. കരയണ്ട എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയ കർത്താവ് വീണ്ടും കരം ഇങ്ങനെ നല്ലപോലെ ഉയർത്തി. ശവമഞ്ചത്തിൻ്റെ അരികിലേക്ക് കരം നീളുകയാണ്. ആ ശവമഞ്ചത്തിൽ യേശു തൊട്ടു. സഹോദരങ്ങളെ, ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഈറനണിഞ്ഞു പോകും. നമ്മുടെ കണ്ണുകൾ ജലാർദ്രമാകും. നാമും പയ്യെ പയ്യെ ഒന്ന് വിതുമ്പാൻ തുടങ്ങും.
ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. കരയണ്ട എന്ന് നമ്മുടെ കരുണയുള്ള കർത്താവ് പറഞ്ഞതായ ആ ഭാഗം, ആ പാവപ്പെട്ട സ്ത്രീയോട് യേശു മനസ്സലിഞ്ഞ് ആർദ്രതയോടെ പറഞ്ഞതായ ആ രംഗം, യേശു അവളുടെ നേരെ അരികത്ത് ചെന്ന് അവളുടെ നേരെ നിന്ന് കരയണ്ട എന്ന് പറഞ്ഞു. 11-ാം വാക്യം മുതൽ നാം ഇങ്ങനെ വായിക്കും. പിറ്റന്നാൾ അവൻ നയ്യീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവനമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു, മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. സഹോദരങ്ങളെ, യേശു കൈ ഉയർത്തി ആ ശവമഞ്ചത്തിലൊന്ന് തൊട്ടു. തൊടുക മാത്രമല്ല, ഇതാ തിരുനാവിൽ നിന്ന് തിരുവചനം വരുന്നു, ബാല്യക്കാര എഴുന്നേൽക്ക. മരിച്ചു കിടക്കുന്ന ബാല്യക്കാരനോട്, ശവമായി കിടക്കുന്ന യുവാവിനോട് ഉടയവൻ കൽപ്പിക്കുകയാണ്, സൃഷ്ടാവ് കൽപ്പിക്കുകയാണ്, സൃഷ്ടികളുടെ ഉടയവൻ കൽപ്പിക്കുകയാണ്, ബാല്യക്കാര എഴുന്നേൽക്ക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, എഴുന്നേൽക്കാൻ വയ്യാതിരിക്കുന്ന ചിലരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. തലപൊക്കാൻ സാധിക്കാതിരിക്കുന്ന ചിലരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. കിടന്ന കിടപ്പിലായവരെ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. ശരീരം തളർന്നവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. മനസ്സ് തകർന്നടിഞ്ഞു പോയവര്, വിഷാദ വിവശരായി പോയവരെ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. ഇനി ഞാനുണ്ടോ? എഴുന്നേൽക്കാൻ പോകുന്നു. ഞാൻ തകർന്നില്ലേ? ഞാൻ പാപത്തിൽ വീണില്ലേ? എൻ്റെ ആത്മാവ് മരിച്ചില്ലേ? ഇനി എനിക്കുണ്ടോ ഒരു എഴുന്നേൽപ്പ്? എൻ്റെ മുന്നേറ്റങ്ങളെല്ലാം തകർന്ന് തീർന്നില്ലേ? ഇനി ഞാനുണ്ടോ? എഴുന്നേൽക്കാൻ പോകുന്നു. നിരാശ മുറ്റിയവരെ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതാ ഉടയവനായ ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളോട് പറയുന്നു, ബാല്യക്കാരാ എഴുന്നേൽക്ക. ദൈവത്തിന് സ്തോത്രം. ബാല്യക്കാരാ എഴുന്നേൽക്ക. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് നാം വേറൊരു ഭാഗത്ത് വായിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പാവ സ്ത്രീക്ക് ഒന്നും മനസ്സിലായില്ല. ഇതെന്താണ് ഞാൻ കാണുന്നത്? ഞാൻ സ്വപ്നം കാണുകയാണോ? അവൾ അമ്പരപ്പോടെ നിൽക്കുകയാണ്. കാരണം അവളുടെ ഉള്ളിൽ വേറെ എന്തെല്ലാമോ ചിന്തകളാണ്. ഇതേ വഴിയിൽ കൂടെ ഏതാനും കാലം മുൻപ് അവളുടെ ഭർത്താവിനെ ശവമഞ്ചത്തിൽ കൊണ്ടുപോകുമ്പോൾ അവൾ നടന്നു പോകുന്നതെല്ലാം അവളുടെ മനസ്സിലുണ്ട്. അന്ന് വിങ്ങി വിങ്ങി വിതുമ്പി കരഞ്ഞത് അവളുടെ ഓർമ്മയിൽ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അവൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അന്ന് ഭർത്താവ് മരിച്ചത് ഒരു ആകസ്മിക മരണം, ഒരു അകാല മരണം, ഒരു അപ്രതീക്ഷിത മരണം. ഇവൾ ഒറ്റപ്പെട്ടവളായി തീർന്നത്, വിധവയായി തീർന്നത്, ഭർത്താവിനെ ശവമഞ്ചത്തിലെടുത്ത് വെച്ചത്, കൂട്ടക്കരച്ചിലിൻ്റെയും മുറവിളിയുടെയും മധ്യത്തിൽ ഭർത്താവിനെ ശവമഞ്ചത്തിലേക്ക് എടുത്തു വെച്ച് കൊണ്ടുപോയത്, അവൾ പ്രാഞ്ചി പ്രാഞ്ചി വേച്ച് വേച്ച് നടന്ന് നീങ്ങിയത്. പക്ഷേ അന്ന് അവളുടെ കയ്യിൽ പിടിക്കാൻ ഒരു മകനുണ്ടായിരുന്നു. നടന്ന് പോകുന്ന ആ സമയത്ത് ഭർത്താവിൻ്റെ ശവമഞ്ചത്തോട് ചേർന്ന് പോകുമ്പോൾ അമ്മ വീഴാതെ താങ്ങാൻ ഇതാ മോൻ്റെ 2 കൈയുണ്ടായിരുന്നു. ഇന്നോ ആ കൈ ഇതാ നിശ്ചലമാണ്. ഇന്നോ ഇതാ കാലങ്ങൾക്ക് ശേഷം എന്നെ താങ്ങിയ കരം, വീഴാതെ എന്നെ പിടിച്ച കരം ഇന്ന് നിശ്ചലമാണ്. അന്ന് ശവം അടക്കിയതിന് ശേഷം തിരികെ പോരുമ്പോൾ അന്ന് എന്നെ ചേർത്തണച്ച് പിടിച്ചുകൊണ്ട് ഞാൻ വേച്ച് വീഴാതെ എന്നോട് ചേർന്ന് നടന്ന മോൻ, ആ മോനാണ് ഈ ശവമഞ്ചത്തിൽ കിടക്കുന്നത്. അമ്മയ്ക്ക് ഓർത്തോർത്ത് കരച്ചിൽ. പാവം വിധവയായ സ്ത്രീ. യേശുവിൻ്റെ ഉള്ളലിഞ്ഞു. കരയുന്നവരുടെ അരികത്ത് നിന്ന് കരയുന്ന ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെയിനിങ് വിത്ത് ദ പെയിൻ ഓഫ് ദ പെയിൻഡ്. യേശു ക്രിസ്തു അങ്ങനെയാണ്. പെയിൻ വിത്ത് ദ പെയിൻ ഓഫ് ദ പെയിൻഡ്. വേദനിക്കുന്നവരുടെ വേദനയിൽ ഒത്തുനിന്ന് വേദനിക്കുന്നു. അതാണ് ദൈവം. നാം ഓർക്കും ദൈവം എന്നോട് കരുണ കാണിച്ചില്ല എന്ന്, ദൈവം എൻ്റെ കാര്യത്തിൽ കൈയെടുത്തില്ല എന്ന്, ദൈവം എന്നോട് ആർദ്രത കാണിച്ചില്ല എന്ന്, ദൈവത്തിന് എന്നോട് സ്നേഹമില്ല എന്ന്. പ്രിയനെ, അല്ല.
ദൈവത്തിന് നിന്നെക്കുറിച്ചാണ് കരുതൽ, നിന്നെക്കുറിച്ചാണ് സ്നേഹം. ദൈവം നിന്നെ ആർദ്രതയോടും വാത്സല്യത്തോടും കൂടി നോക്കുകയാണ്. വ്യർത്ഥ വാക്കുകളല്ല പ്രിയരെ നിങ്ങൾ കേൾക്കുന്നത്, സത്യം സത്യമായി നിങ്ങൾ അറിയുകയാണ്. ദൈവം നിങ്ങളെ വ്യക്തിപരമായി അറിയുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളുടെ ഉള്ളിൻ്റെ വേദനകൾ അറിയുന്നു, ദൈവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖം അറിയുന്നു, ദൈവം നിങ്ങളുടെ പ്രശ്നം കാണുന്നു. ദൈവം നിങ്ങളോട് ഇന്ന് പറയുന്നത് കരയണ്ട എന്നാണ്. 2000 വർഷം മുൻപ് നയീൻ പട്ടണത്തിന്റെ തെരുവോരത്ത് മുഴങ്ങിയ ആ സ്വരം ഇന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. കരയണ്ട എന്ന സ്വരം. യേശു കൈയുയർത്തി മഞ്ചത്തെ തൊട്ടു, ബാല്യക്കാരായി എഴുന്നേൽക്ക. മഞ്ചം കൊണ്ട് പയ്യെ അനങ്ങുന്നു, മഞ്ചം പയ്യെ അനങ്ങുന്നു. ചുമക്കുന്നവര് ഇതെന്താണ് ഈ മഞ്ചം അനങ്ങുന്നത്? ആരെങ്കിലും കുലുക്കുകയാണോ? ഇത് നല്ലപോലെ ഉറപ്പിച്ച് പിടിക്കുക, താഴെ പോവാ സൂക്ഷിച്ച് പിടിക്കുക. മറ്റാൾ പറഞ്ഞു, ഞാൻ നല്ലപോലെ പിടിച്ചിട്ടുണ്ടല്ലോ, ഞാൻ നല്ലപോലെ താങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെ എന്താ ഇതിങ്ങനെ അനങ്ങുന്നത്? പാവം അവർക്ക് മനസ്സിലായില്ല. ഓടരേമ്പരാൻ ചെയ്യുന്ന കാര്യങ്ങൾ പാവപ്പെട്ട മനുഷ്യർക്ക് മനസ്സിലാകുമോ പ്രിയരെ? ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മഞ്ചം പയ്യെ ഉലയുന്നു. ഉടനെ നാം കാണുന്നത് മഞ്ചത്തിന്റെ മൂടി പയ്യെ പൊങ്ങുന്നു. ഇതെന്താണിത്? ശവമഞ്ചത്തിന്റെ മൂടി പൊങ്ങുന്നു. ഇതെന്തൊരു അതിശയം! ആളുകളെല്ലാം അത്ഭുതം കൂടി നോക്കി നിൽക്കുന്നു. ബാല്യക്കാരൻ എഴുന്നേറ്റിരിക്കുന്നു. വായിക്കുന്നത് അങ്ങനെയാണ്, മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഓർക്കുകയാണ്, അവൻ എന്തായിരിക്കും സംസാരിച്ച് തുടങ്ങിയത്? കർത്താവേ നിനക്ക് സ്തുതി, അല്ലെങ്കിൽ ദൈവമേ നിനക്ക് സ്തോത്രം, ജീവന്റെ ഉടയവനെ നിനക്ക് മഹത്വം, ജീവൻ തരുന്നവനെ നിനക്ക് സ്തോത്രം, അത്യാവശ്യ സന്ദർഭത്തിൽ എഴുന്നള്ളി വരുന്നവനെ നിനക്ക് സ്തുതി, പ്രതിസന്ധികളുടെ നടുവിൽ എഴുന്നള്ളി വരുന്നവനെ നിനക്ക് സ്തോത്രം, യാതനകളുടെയും വേദനകളുടെയും നടുവിൽ ഞാൻ ഉലയുമ്പോൾ എന്നെ തേടി വന്നവനെ നിനക്ക് സ്തോത്രം. അവൻ എന്തെല്ലാം പറഞ്ഞു കാണും? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെ സ്തുതിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്തോത്രം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ആളുകൊണ്ട് ഉച്ചരിച്ച് കാണും, കർത്താവേ നിന്നെ സ്തുതിക്കുന്നതിൽ നിന്ന് മൗനമായിരിക്കാനും നിന്നെ പുകഴ്ത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനും ഞങ്ങൾക്ക് ഇടയാകരുതേ. നിങ്ങൾ ഇന്ന് ആളുകൊണ്ട് ഉച്ചരിച്ച് കാണും പ്രിയപ്പെട്ടവരെ. എന്നാൽ ഹൃദയത്തിൽ നിന്ന് നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും സ്തുതിഘോഷം ആരവാരത്തോട് ഉയർന്നിട്ടുണ്ടോ? നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആരാധന നിങ്ങളുടെ നാവിലൂടെ വാർന്നൊഴുകി ദൈവസന്നിധിയിലേക്ക് പരന്നു ചെന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്തുതിപ്പാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. നന്ദിയുള്ളവരായി സ്തുതിപ്പാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഈ ബാല്യക്കാരൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു തുടങ്ങി. അവർ സൂക്ഷിച്ച്, വളരെ സൂക്ഷിച്ച് ശവമഞ്ചം താഴെ ഇറക്കി വെച്ചു. ബാല്യക്കാരൻ എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റ് മന്ദം നടന്ന് ഇതാ യേശുവിൻ്റെ തിരുമുമ്പിലെത്തി. അവൻ യേശുവിൻ്റെ കാൽക്കലങ്ങ് വീണു. ഇതെല്ലാം തിരുവചനത്തിൽ മുഴുവൻ വിശദീകരിച്ചിട്ടില്ല. എൻ്റെ എളിയ ഭാവനകൾ ചിറകുവയ്ക്കുകയാണ്, എൻ്റെ എളിയ ഭാവനകൾക്ക് മുളപൊട്ടുകയാണ്. സഹോദരങ്ങളെ, അവൻ യേശുവിൻ്റെ കാൽക്കലങ്ങ് വീണു. അവൻ ആ കാൽക്കൽ വീണിട്ട് അവൻ അടിയറ വെച്ചുകൊണ്ട് മുഴുവനായി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവൻ, യേശുവേ ഞാൻ നിന്റെ അടിമ എന്ന് അവൻ പറയുകയാണ്. നാഥ ഞാൻ നിന്റെ അടിമ, ഞാൻ എന്നേക്കും നിന്റെ വക എന്നവൻ അറിയാതെ പറയുന്നത് പോലെ അവൻ സ്നേഹത്തിന്റെ പാരമ്യത്തിൽ അവൻ ഉരുവിടുകയാണ്. അവൻ്റെ അമ്മ അതിശയിച്ച് നോക്കി നിൽക്കുന്നു. മരിച്ചു കുറെ നേരം വീട്ടിൽ കിടന്നു, ശവമഞ്ചത്തിൽ എടുത്തു വെച്ചു. ഇപ്പോഴുണ്ട് ഈ ബാല്യക്കാരൻ എഴുന്നേറ്റ് അവൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീഴുന്നു. യേശു അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. യേശു 2 കൈ കൊണ്ട് പിടിച്ചിട്ട് അമ്മയുടെ കയ്യിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടവരാരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ ഓർത്ത് കരയുന്നവരും വിലപിക്കുന്നവരോട് ഇരിപ്പുണ്ടോ? നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എടുത്ത് നിങ്ങൾക്ക് തിരികെ തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ തിരികെ തരുന്ന ദൈവമുണ്ട്. നഷ്ടപ്പെട്ട സ്നേഹം തിരികെ തരുന്ന ഒരു ദൈവമുണ്ട്. നഷ്ടപ്പെട്ട ഐക്യം തിരികെ തരുന്ന ഒരു ദൈവമുണ്ട്. നഷ്ടപ്പെട്ടതായ സമാധാനം തിരികെ തരുന്ന ഒരു ദൈവമുണ്ട്. നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരികെ തരുന്ന ഒരു ദൈവമുണ്ട്. നഷ്ടപ്പെട്ട ഐക്യം തിരികെ തരുന്ന ഒരു ദൈവമുണ്ട്. മകനെ നിനക്ക് എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്? മകളെ നിനക്ക് എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്? നീ ഇപ്പോൾ വിതുമ്പലോട് പറയും, അയ്യോ എൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയല്ലോ,
എനിക്ക് പാപം വന്നു പോയല്ലോ, എൻ്റെ സംശുദ്ധി നഷ്ടപ്പെട്ടു പോയല്ലോ, അയ്യോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയല്ലോ. ദൈവ പൈതലേ, ഈ സമയത്ത് നിന്നോട് പറയട്ടെ, നിനക്ക് നഷ്ടപ്പെട്ട വിശുദ്ധി തിരികെ തന്ന് നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിൽ പാകപ്പിഴ വന്നതെല്ലാം മാറ്റിമറിച്ച് നിന്നെ രൂപാന്തരപ്പെടുത്തി നിന്റെ ജീവിതത്തിൽ പുതിയ സമാധാനവും പുതിയ സന്തോഷവും പുതിയ സ്നേഹവും പുതിയ വിശുദ്ധിയും പകർന്നു തരുവാൻ കഴിവുള്ള ഒരു സത്യ ദൈവമുണ്ട്. അവനത്രേ കർത്താവായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിനെ നിങ്ങൾ ഇപ്പോൾ ഒന്ന് വിളിക്കുമെങ്കിൽ അവൻ നിങ്ങളുടെ നഷ്ടം നികത്താൻ കടന്നു വരും. പ്രിയരെ, നിങ്ങളുടെ കടം തീർക്കാൻ കടന്നു വരും, നിങ്ങളുടെ രോഗം മാറ്റാൻ കടന്നു വരും, സൗഖ്യം തരാൻ കടന്നു വരും, നിങ്ങളുടെ ആരോഗ്യം തിരികെ തരാൻ കടന്നു വരും, നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ട സൗഭാഗ്യങ്ങൾ മടക്കി തരാൻ അവൻ കടന്നു വരും. ആർക്കെല്ലാം ജീവിതത്തിൽ തളർച്ച പറ്റിയവരുണ്ട്, വീഴ്ച പറ്റിയവരുണ്ട്, വാട്ടം തട്ടിയവരുണ്ട്, പ്രിയപ്പെട്ടവരെ, നഷ്ടമെല്ലാം നികത്തി തരുന്ന നിത്യനായ ദൈവം, നഷ്ട സൗഭാഗ്യങ്ങൾ മടക്കി തരുന്ന നിത്യനായ ദൈവം ഈ സമയത്ത് നിങ്ങളുടെ അരികത്ത് വന്നുകൊണ്ട് അവനൊന്നേ പറയുന്നുള്ളൂ, കരയേണ്ട മകനെ, കരയണ്ട മകളെ, കരയണ്ട. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. കരയണ്ട എന്നവൻ പറയുകയാണ്. ബാല്യക്കാരൻ എഴുന്നേറ്റു, ബാല്യക്കാരൻ സംസാരിച്ചു, ബാല്യക്കാരൻ ഇത് അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു, അമ്മ അവനെ കെട്ടിപ്പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. മോനെ അമ്മ തെരുതെരെ ഉമ്മ വെച്ചു. ഈ യൗവനക്കാരനെ തിരികെ കിട്ടിയപ്പോൾ അമ്മ ആ മോനെ ഉമ്മ വെച്ചു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴുണ്ട് അങ്ങോട്ട് പോയ ആ സംഘം മുഴുവൻ തിരിയുന്നു. ഇതെന്തൊരു അതിശയം! ശവമഞ്ചം ചുമന്നുകൊണ്ടും വിലാപയാത്രയായും പോയ ആ സമൂഹം ഇതാ പിന്തിരിയുന്നു, നേരെ തിരികെ യാത്ര ചെയ്യുന്നു. എങ്ങോട്ട്? വിലാപ ഭവനത്തിലേക്ക്. ഇന്നത് സന്തോഷ ഭവനമായി മാറിയിരിക്കുന്നു. കരച്ചിൽ മാത്രമായി എത്ര സമയമാണ് കരഞ്ഞത്! എന്ത് മുറവിളിയായിരുന്നു അവിടെ, എന്ത് നെടുവീർപ്പായിരുന്നു അവിടെ, എന്ത് നിരാശയായിരുന്നു അവിടെ. ആ ഭവനത്തിലേക്ക് ഇതാ ഇപ്പോൾ നിരാശ മാറി, സന്തോഷം കവിഞ്ഞു, സമാധാനം തിങ്ങി. ആ ഭവനത്തിലേക്ക് നടന്ന് നീങ്ങുകയാണ്. യേശു മുന്നേ നടക്കുന്നു, ശിഷ്യന്മാർ ചേർന്ന് നടക്കുന്നു, യേശുവിനോട് പറ്റിച്ചേർന്നില്ല ഈ ജീവൻ പ്രാപിച്ച യൗവനക്കാരനും നടക്കുന്നു. അമ്മ തൊട്ടു ചേർന്നുണ്ട്. ഇതുവരെ കരഞ്ഞവരെല്ലാം അത്ഭുതം കൂറി ഒരാളെ തന്നെ നോക്കുകയാണ്. ആരെയാ? യേശുവിനെ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ എല്ലാവരും നോക്കുന്നു. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്ന യേശുവിനെ നിങ്ങൾ നോക്കുമോ? യേശുവിനെ നിങ്ങളൊന്ന് കാണുമോ? അവൻ നിങ്ങളുടെ കരച്ചിൽ മാറ്റാൻ വന്നിരിക്കുകയാണ്. കരയേണ്ട എന്നവൻ പറയുന്നു, ഭയപ്പെടേണ്ട എന്നവൻ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം എന്നവൻ പറയുന്നു, മകനെ നിനക്ക് ഞാൻ ശാന്തി തരാമെന്നവൻ പറയുന്നു, മകളെ നിനക്ക് ഞാൻ ആശ്വാസം തരാമെന്ന് പറയുന്നു. ഒരിക്കൽ കർത്താവ് പരസ്യമായി വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. വിശ്രമമില്ലാതെ പണിയെടുക്കുന്നവരെ, വിശ്രമമില്ലാതെ കരയുന്നവരെ, വിശ്രമമില്ലാതെ വാടി അലയുന്നവരെ, വിശ്രമമില്ലാതെ ജീവിതത്തിൽ വൈഷമ്യ കുന്നുകളിൽ വലഞ്ഞുലഞ്ഞ് കയറി പറ്റുന്നവരെ, നിങ്ങളോട് പറയട്ടെ, യേശു പറയുന്നു, ഞാൻ നിനക്ക് വിശ്രമം തരാമെന്ന്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കരയേണ്ട എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ പാദത്തിലേക്ക് നിങ്ങൾ വന്ന് അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അവനോട് നിങ്ങൾ യാചിക്കുമോ? ദാവീദ് യാചിച്ചു, ദാവീദ് പ്രാർത്ഥിച്ചു. എന്താണ് ദാവീദ് പ്രാർത്ഥിച്ചത്? എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ഇതാ എന്നെ പലരും വേട്ടയാടുന്നു, പാപം വേട്ടയാടുന്നു, ദുരിതം വേട്ടയാടുന്നു, മരണം വേട്ടയാടുന്നു, ശിക്ഷകൾ വേട്ടയാടുന്നു, ശാപങ്ങൾ വേട്ടയാടുന്നു. എന്നെ വേട്ടയാടുന്ന അനേകം സമൂഹങ്ങളുണ്ട്, അനേകം പേടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്, ഭീതിജനകമായ സംഭവ പരമ്പരകളുണ്ട്. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ എന്ത് പറയുന്നു? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കൊള്ളാകുന്നവനായി, ആശ്രയിക്കാൻ കൊള്ളാകുന്നവനായി യേശുവിനെ നിങ്ങളിപ്പോൾ ഒന്ന് കാണുമോ? ഇതാ അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്. മകനെ നിന്റെ കരച്ചിൽ മാറ്റാൻ, മകളെ നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ യേശു ജീവിക്കുന്നുണ്ട്. മരിച്ച് മൺമറഞ്ഞു പോയൊരു ദൈവമല്ല, കല്ലറയിൽ പൂട്ടപ്പെട്ടു പോയൊരു ദൈവമല്ല, കല്ലറയെ തട്ടി തകർത്തുകൊണ്ട് ഇതാ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട്
ഹേ മരണമേ നിന്റെ ജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കരച്ചിൽ അകറ്റാനാണ്, കരയുന്നവരുടെ വേദനകൾക്ക് ശാന്തി പകരാനാണ്. ഇന്ന് നിങ്ങൾ യേശുവിനെ ഇന്ന് കാണുമോ? അവനെ നിങ്ങളുടെ അരികത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ നല്ല സമയം നഷ്ടപ്പെടുത്താതെ അവനോടൊരു വാക്ക് പറയുമോ? കർത്താവേ, ഞാനിതാ ഇന്നൊരു പുതിയ തീരുമാനമെടുക്കുന്നു. ഇന്നു മുതൽ ഉടയവനെ ഞാൻ നിന്റെ വകയാണ്. ഇന്നു മുതൽ ഞാൻ പിശാചിന് ഇടം കൊടുക്കാതെ ജീവിക്കും. എൻ്റെ നാഥ, ഇന്നു മുതൽ ഞാൻ നിന്റെ അടിമയാണ്. യേശുവേ, ഇന്നു മുതൽ പാപത്തിന് ഇടം കൊടുക്കാൻ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. ഇനിയും സാത്താന് ഇടം കൊടുക്കാതെ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തീരുമാനിക്കൂ. ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. ദേഹവും ദേഹിയും ആത്മാവും ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ക്രിസ്തുവിനോട് വാക്ക് പറയൂ. കരയേണ്ട എന്ന് പറഞ്ഞവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അവൻ നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്. അവൻ ആശ്വാസം അരുളുന്നവനാണ്. അവന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുത്തുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ച് നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ ശ്രേഷ്ഠമായ സമയത്തിനായി സ്തോത്രം. ദാവീദിന്റെ പ്രാർത്ഥന ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്റെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. ശരണം തേടി ഞങ്ങൾ ഓടി വരട്ടെ. കരയേണ്ട എന്ന് പറയുന്ന ആർദ്രസ്വരം ഞങ്ങൾ കേൾക്കട്ടെ. ഞങ്ങളെ തലോടുകയും ഞങ്ങളുടെ പുറം തടവി തരികയും ചെയ്യുന്ന വാത്സല്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. നാഥ, ഈ വചനങ്ങളെ കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും ശിരസിൽ അവിടുത്തെ ആടിപ്പാടലുകരം വരണമേ. തിരുരക്തം ഓരോരുത്തരുടെയും നെറ്റിയിൽ പുരട്ടി അവിടുത്തെ കൃപയിൽ വേർതിരിക്കണമേ. പുതിയ സൃഷ്ടികളാക്കി മാറ്റുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഓരോരുത്തരുടെ ഇറങ്ങണമേ. യാതനകൾ മാറ്റണമേ, വേദനകൾ തീർക്കണമേ, ദുരിതങ്ങൾ അകറ്റണമേ, രോഗങ്ങൾ മാറ്റണമേ, സൗഖ്യം പ്രദാനം ചെയ്യണമേ, കുടുംബശാന്തി നൽകണമേ, കുടുംബ സമാധാനം നൽകണമേ, വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പിതാവേ. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.